എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരവസരമാണ്. യൂക്കോ ബാങ്കിലേക്ക് ഇപ്പോൾ ലോക്കൽ ബാങ്ക് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന യൂക്കോ ബാങ്കിലാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത്. തസ്തികയുടെ പേര് ലോക്കൽ ബാങ്ക് ഓഫീസർ LBO ആണ്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 5 ആണ്. വേക്കൻസി എത്രയാണെന്ന് നോക്കാം. ആകെ 250 വേക്കൻസിയാണ്. കേരളത്തിലും വേക്കൻസി ഉണ്ട്. കേരളത്തിലാകെ 15 വേക്കൻസിയാണുള്ളത്. SC 2, ST 1, OBC 4, EWS 1, അൺറിസർവ്ഡ് 7 എന്നിങ്ങനെ 15 വേക്കൻസിയാണ് കേരളത്തിൽ വരുന്നത്. കേരളത്തിൽ ലോക്കൽ ലാംഗ്വേജ് വരുന്നത് മലയാളമാണ്. മലയാളത്തിൻ്റെ പ്രൊഫഷ്യൻസി ഉണ്ടായിരിക്കണം. ആകെ 11 സ്റ്റേറ്റിലാണ് വേക്കൻസി വരുന്നത്. ഒരു കാൻഡിഡേറ്റിന് ഒരു സ്റ്റേറ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി ഈ തസ്തികയിലേക്ക് ശമ്പളം എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ബേസിക് പേ വരുന്നത് 48,480 മുതലാണ്. 48,480 മുതൽ 85,920 വരെയാണ് ശമ്പളം ലഭിക്കുന്നത്. കൂടാതെ എല്ലാവിധ അലവൻസും ലഭിക്കുന്നതായിരിക്കും. ഇനി അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി നോക്കാം. 20 മുതൽ 30 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കാൻഡിഡേറ്റ്സ് 2/1/1995 1/1/2005 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. കൂടാതെ SC ST കാറ്റഗറി ആണെങ്കിൽ 35 വയസ്സ് വരെയും OBC കാറ്റഗറി ആണെങ്കിൽ 33 വയസ്സുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. റിസർവേഷനൊക്കെ ക്ലെയിം ചെയ്യുന്ന കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതാണ്. അതായത് SC ST OBC EWS കാറ്റഗറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പോസ്റ്റിലേക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ വാലിഡ് മാർക്ക് ഷീറ്റും ഡിഗ്രി സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അപ്പോൾ ഏതെങ്കിലും സബ്ജക്ട്സിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. ഫീസ് എത്രയാണെന്ന് നോക്കാം. SC ST കാറ്റഗറിക്ക് 175 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും 850 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം വരുന്നുണ്ട്. എക്സാമിൻ്റെ സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 60 മാർക്കിനാണ്. ജനറൽ ഓർ എക്കണോമി ഓർ ബാങ്കിങ് അവയർനെസ് 40 മാർക്കിന്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 40 മാർക്കിന്. ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ 60 മാർക്കിന്. ആകെ 200 മാർക്കിനാണ് എക്സാം വരുന്നത്. എക്സാം മീഡിയം ഇംഗ്ലീഷിലായിരിക്കും. എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള വാലിഡ് കോൾ ലെറ്റർ കൊണ്ടുപോകണം. നിങ്ങളുടെ ഒരു ഫോട്ടോ ID പ്രൂഫിൻ്റെ ഒറിജിനലും കൊണ്ടുപോവുക, കോപ്പിയും കൊണ്ടുപോവുക. അപ്പോൾ ഈ 2 ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ ഓൺലൈൻ എക്സാമിന് പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകേണ്ടതാണ്. ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് നോക്കാം. എക്സാം സെൻറ്റർ കേരളത്തിൽ വരുന്നത് എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ, കണ്ണൂർ, കൊല്ലം, കോട്ടയം, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ വെച്ചായിരിക്കും എക്സാം നടക്കുന്നത്. ഇനി എക്സാമിന് മുമ്പ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കുന്നതാണ്. അതായത് SC അല്ലെങ്കിൽ ST അല്ലെങ്കിൽ OBC കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് ഒരു ക്ലാസ് പോലെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷനകത്തൊരു കോളം ഉണ്ട്. ആ കോളം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് ഒരു ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ വരുന്നുണ്ട്. അതിനായിട്ട് നിങ്ങളുടെ ID കാർഡ് കൊണ്ടുപോകേണ്ടതാണ്. ID കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ പാൻ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ലൈസൻസ് അല്ലെങ്കിൽ ആധാറൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്. അതിൻ്റെ ഒറിജിനലും കൊണ്ടുപോകണം, ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകണം. ID വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. എക്സാം കഴിഞ്ഞിട്ടാണ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് വരുന്നത്. അതായത് നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് മലയാളം ആയതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ഇൻ്റർവ്യൂ വരുന്നത് 100 മാർക്കിനാണ്. 100 മാർക്കിൽ 40 മാർക്കാണ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടത്. SC ST OBC ആണെങ്കിൽ 35 മാർക്കാണ് വേണ്ടത്. ഇനി നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം.
ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സിലൊക്കെ തന്നെ ഒറിജിനലും കൊണ്ടുപോകണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ്റർവ്യൂ കോൾ ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട്, നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട്, പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്, ഫോട്ടോ ID പ്രൂഫ്, നിങ്ങളുടെ എല്ലാ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ഷീറ്റും. SC ST OBC കാറ്റഗറി ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. OBC ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. EWS കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. മറ്റെന്തെങ്കിലും റെലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിലും കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും കൊണ്ടുപോകേണ്ടതാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് ucobank.com ആണ്. നിങ്ങൾ ഈ സൈറ്റ് വിസിറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്നും കരിയർ പേജ് എടുക്കുക. എന്നിട്ട് റിക്രൂട്ട്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അവിടെ നിന്നും ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഫോർ ലോക്കൽ ബാങ്ക് ഓഫീസർ LBO 2025-26 എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ കിട്ടും. അതുവഴി നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലാസ്റ്റ് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഓൺലൈൻ എക്സാമിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും കോൾ ലെറ്റർ വരുന്നത് ബാങ്കിൻ്റെ സൈറ്റിലായിരിക്കും. സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. മറ്റെന്തെങ്കിലും അറിയിപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ബാങ്കിൻ്റെ സൈറ്റിലായിരിക്കും വരുന്നത്. സൈറ്റ് എന്ന് പറയുന്നത് ucobank.com ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. കേരളത്തിൽ യൂക്കോ ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യത വേണ്ടത് ഡിഗ്രിയാണ്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 5 ആണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. നല്ല ശമ്പളത്തിൽ ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.